to our channel Learn to Lead. So നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. സോ ദർ ആർ ലോട്ട് ഓഫ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലൈക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻഡ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. സോ നമ്മളിപ്പോൾ ഇവിടെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് നോക്കുന്നത് ജിയോഗ്രഫിക്കൽ ഏരിയനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കാണ് നോക്കാൻ പോകുന്നത്. ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിനെ എത്ര ദൂരത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഏത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജിയോഗ്രാഫിക് ഏരിയയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ രീതിയിൽ നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെറ്റ്വർക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ നെറ്റ്വർക്ക് ഏതാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. സോ വാട്ട് ഈസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്? ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ വേറൊരു പേരാണ് ലാൻ എന്ന് പറയുന്നത്. സോ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കളക്ഷൻസ് ഓഫ് നോട്ട്സ് ആണ്. നോട്ട്സ് മീൻസ് പെരിഫറൽ ഡിവൈസസ്. സോ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ നെറ്റ്വർക്കിൻ്റെ കണക്ഷൻസ് എന്ന് പറയുന്നത് ഒരു വിത്തിൻ എ സ്മോൾ റീജിയനിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. സ്മോൾ റീജിയൻ എന്ന് പറയുമ്പോൾ മേ ബി അത് ഓഫീസ് ആകാം, ഹോം ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സെൻറ്റേഴ്സ് ആകാം. സോ ആ രീതിയിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് അലോസ് യൂസർ ടു ഷെയർ ഫയൽസ്, പ്രിൻറ്റേഴ്സ് ആൻഡ് അതർ റിസോഴ്സസ് ഈസിലി. ആൻഡ് ഇത് മാത്രമല്ല, ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സൈസ് ലിമിറ്റഡ് ആണ്. അറ്റ്ലീസ്റ്റ് വിത്തിൻ ദ 100 മീറ്റേഴ്സ് എന്ന രീതിയിലായിരിക്കും ഏത് വരുന്നുണ്ടാവുക, ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ ഡയാമീറ്റർ വരുന്നത്. ആൻഡ് അതുമാത്രമല്ല, ഇതൊരു സ്മോൾ റീജിയൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വരെ പഠിക്കാൻ പോകുന്ന മാനും ഉണ്ട്, വാനും ഉണ്ട്. ഇവർ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിളാണ് കമ്പ്യൂട്ടേഴ്സ് വിച്ച് ആർ കണക്റ്റഡ് വിത്തിൻ എ ക്ലാസ് റൂം ഓർ ഓഫീസ് ബിൽഡിങ്സ്. സോ അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ് ടോപ്പിക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എൻലാർജ് ചെയ്ത് നിൽക്കുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ വരുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ സിറ്റീസ്, കൺട്രീസ്, ഈവൻ കോണ്ടിനെൻറ്റ്സ് ആയിരിക്കും ഏതിൽ വരുന്നുണ്ടാകും, ഈ വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ വരുന്നുണ്ടാകും. ആക്ച്വലി വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ലാൻഡ് ആണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഒരു റൂട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ പബ്ലിക് ഓർ പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ലൈൻസ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്താണ് ഇതെന്ന് പറയുന്നത് ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് മാൻ വിച്ച് ഈസ് കാൾഡ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ലാനിൻ്റെയും അതുപോലെ തന്നെ വാനിൻ്റെയും ഇടയിൽ വരുന്ന സംഭവമാണ്, ഒരു നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ലാർജറാണ്, പക്ഷെ എന്നാൽ അതെന്താണ്, സ്മോളറാണ്. വാനിനേക്കാളും സ്മോളറാണ്, എന്നാൽ ലാനിനേക്കാളും ലാർജറായ നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മെയിനായിട്ട് വരുന്നത് യൂണിവേഴ്സിറ്റീസ്, ഗവൺമെൻറ് ഏജൻസീസ് അല്ലെങ്കിൽ ലാർജ് കോർപ്പറേഷൻ അണ്ടറിൽ വരുന്നതാണ് ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. മെട്രോപൊളിറ്റൻ ഏരിയയും ലാനിൻ്റെ ഒരു കളക്ഷനാണ് മെട്രോപൊളിറ്റൻ ഏരിയ വരുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മെട്രോപൊളിറ്റൻ എക്സാമ്പിളായിട്ട് നമുക്കൊരു എറണാകുളം ബ്രാഞ്ച് HDFC ബാങ്ക് എടുക്കുകയാണെങ്കിൽ ഈ എറണാകുളം ബ്രാഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു റീജിയനാണ്. ഈ റീജിയൻ്റെ അണ്ടർ നമുക്ക് വരുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും അതിൻ്റേതായ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് വരുന്നുണ്ട്. സോ ഇത് ഏതിന് എക്സാമ്പിളായി പറയാൻ പറ്റും, മെട്രോപൊളിറ്റൻ ഏരിയയുടെ എക്സാമ്പിളായി പറയാൻ പറ്റും. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. സോ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയാൻ പറ്റും. ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ദ പേഴ്സണൽ ഡിവൈസസ്. നമ്മുടെ പേഴ്സണൽ ഡിവൈസസ് ആയ ലാപ്ടോപ്പ്, മൊബൈൽ, ടാബ്സ് എന്ന കാര്യങ്ങളായിട്ടൊക്കെ കണക്ട് ചെയ്ത ഒരു നെറ്റ്വർക്കാണ് ഇതെന്ന് പറയുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൈഫൈ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സെൻഡർ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിനായിട്ട് പറയാൻ പറ്റും. എന്തിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നോർമൽ നെറ്റ്വർക്ക് പോലെ തന്നെ റിസോഴ്സ് ഷെയറിങ്ങിനായിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വയർലെസ് ആയ ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിളാണ്.
സോ നെക്സ്റ്റ് വൺ ആണ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ആക്സസ് ഉള്ള നെറ്റ്വർക്കാണ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോറേജ് ഡിവൈസസിന് ഹൈ സ്പീഡായിട്ട് നമുക്ക് ഡാറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള നെറ്റ്വർക്കാണ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് മെയിൻലി കണക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് ഡിവൈസസ് ആയ ഡിസ്ക് അറേസിലും അതുപോലെ ഡ്രൈവിലൊക്കെ ആയിരിക്കും ഇത് മെയിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ നമ്മളിപ്പോൾ നോക്കിയത് നെറ്റ്വർക്കിൻ്റെ ടൈപ്സ് ആയിരുന്നു. ഏതൊക്കെ ടൈപ്സ് നോക്കിയത്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നോക്കി, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് നോക്കി, വൈഡ് ഏരിയ നെറ്റ്വർക്ക് നോക്കി, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് നോക്കി, ആൻഡ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നോക്കി. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.